ഹായ് മക്കളെ. സോ നിങ്ങളെല്ലാവരും +1 അപേക്ഷ എല്ലാം കൊടുത്തിട്ട് നിങ്ങളുടെ അലോട്ട്മെന്റ് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സമയം ഒരുപക്ഷെ നിങ്ങൾ കേട്ട ഏറ്റവും വലിയ ചോദ്യം +1 സയൻസ് ആണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. +1 സയൻസ് ഭയങ്കര ടഫാണ്. +1 സയൻസിൽ തന്നെ ഫിസിക്സ് അല്ലേ, ഫിസിക്സ് ഒരുപാട് ടഫാണ്. എങ്ങനെയാണ് ഫിസിക്സിനെ നിങ്ങൾ കൃത്യമായി നേരിടേണ്ടത്? ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, എല്ലാ കൂട്ടുകാരോട് ഷെയർ ചെയ്ത് കൊടുക്കുക. +1 ഫിസിക്സ് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും, ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സർ ഇത് തന്നെയാണ്. SLCയിൽ അവർ 7 ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞു. +1 അവർ പഠിക്കാവുന്ന ചാപ്റ്ററുകളെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, എന്താണ് മെയിൻ ഡിഫറൻസ് 10th അവർ പഠിച്ച കാര്യം, അതുപോലെ തന്നെ +1 എത്തുമ്പോൾ മെയിൻ ഡിഫറൻസ് എന്താണ്? നമ്മുടെ 10ാം ക്ലാസ്സിലെ ഫിസിക്സും അതുപോലെ +1 ഫിസിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചാപ്റ്ററിന് എണ്ണം തന്നെ നോക്കാം. നമ്മൾ 10ാം ക്ലാസ്സിൽ 7 ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമ്മൾ +2 പോകുമ്പോൾ അതിൻ്റെ ഇരട്ടി ചാപ്റ്റർ 14 ചാപ്റ്ററാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അത് മാത്രമല്ല ഇവർ 10ാം ക്ലാസ്സിൽ പഠിച്ചതെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി മാഗ്നറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മൾ +1 വരാൻ നേരത്തെ എൻ്റെ മെക്കാനിക്സ് എന്ന് പറയുന്ന പുതിയൊരു സെക്ഷനാണ് പഠിക്കുന്നത്. ഇവർ ഈ 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ പഠിക്കുന്നത് +2 പഠിക്കുന്നത്. 8-9 പഠിച്ച മോഷൻ, ലോസ് മോഷൻ ഒക്കെ 8-9 കാര്യങ്ങൾ. അതെ അതെ, അതൊക്കെയാണ് ഇവർ എന്ത് ചെയ്യുന്നത് +1 കിട്ടുന്നത്. അപ്പോൾ 8-9 നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് +1 ഒരു പക്ഷേ എന്തായിരിക്കും എളുപ്പമായിരിക്കും. ഫസ്റ്റ് ചാപ്റ്ററിനെ തന്നെയാണ് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് ക്ലാസ് 8ൽ പഠിച്ചത്. യെസ്. സോ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മുതലാണ് നമ്മൾ പഠിക്കുന്നത്. ചാപ്റ്ററുകളുടെ എണ്ണം കുറച്ച് കൂടുതലാണ്. അതെ സാർ പിന്നെ എങ്ങനെയാണ് ഇത് ടഫ് ആവുന്നത്? ബേസിക് കാര്യങ്ങളുടെ 8-9 പഠിച്ചു എന്ന് പറഞ്ഞു, എങ്ങനെയാ ഫിസിക്സ് ടഫ്? അതെ അതെ, നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിൽ പഠിച്ച മെജോറിറ്റി ചാപ്റ്റർ നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് കടന്നു വന്നാലും എന്തുകൊണ്ടാണ് മെയിൻലി നമ്മുടെ +1 ഫിസിക്സ് ഡിഫിക്കൽട്ടി ആകാൻ, അതായത് ഒന്നാമത്തെ കാര്യം അതിൽ മാത്തമാറ്റിക്സ് കടന്നു വരുന്നതാണ്. 10ാം ക്ലാസ് വരെ അവർ പഠിക്കുന്ന ഫിസിക്സ് എന്ന് പറയുന്നത് കുറെ തിയറി പഠിക്കും, കുറച്ച് ഇക്വേഷൻസ് പഠിക്കും. അതെ, പ്രോബ്ലംസ് ചെയ്യും, അത് നേരിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു ആൻസർ ചെയ്യും. പക്ഷേ നമ്മൾ +1 ഹയർ സെക്കൻഡറിലോട്ട് കടന്നു വരാൻ നേരത്ത് നമ്മൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പുതിയൊരു സെക്ഷൻ നമ്മൾ അവിടെ നിന്നുണ്ട്. ഫിസിക്സിനകത്ത് എന്ത് കടന്നു വരുന്നുണ്ട്, മാത്തമാറ്റിക്സ് കടന്നു വരുന്നുണ്ട്. അത് ഒരുമിച്ചാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അത് അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതേപോലെ സംഗതിയാണ് ഡെറിവേഷൻ എന്ന് പറയുന്ന പുതിയൊരു സംഗതി എന്ത് ചെയ്യുന്നുണ്ട്, ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പുതിയതായിട്ട് കേൾക്കും. എന്താ ഡെറിവേഷൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ? ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ലോസ് ഓഫ് മോഷൻ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടെ F=ma എന്ന് പറയുന്ന ന്യൂട്ടന്റെ ഒരു ഫേമസ് എല്ലാവർക്കും അറിയാം ഇക്വേഷൻ. എല്ലാവർക്കും ആ ഇക്വേഷൻ നമ്മൾ എന്താണ് ഹൈസ്കൂളിൽ പഠിക്കാൻ നേരത്ത് ആ ഇക്വേഷൻ കാണാപ്പാടം പഠിക്കും. എന്നിട്ട് അതിന് മാസ് തരും, ആക്സിലറേഷൻ തരും, എന്നിട്ട് ഫോഴ്സ് കണ്ടുപിടിക്കാൻ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ഹയർ സെക്കൻഡറി വരാൻ നേരത്ത് ഈ F=ma എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. നമ്മൾ പഠിച്ചിരിക്കുന്ന ലോയും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യും, പുതുതായിട്ട് ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡെറിവേഷൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞാൽ നമ്മുടെ മാത്തമാറ്റിക്സ് കടന്നു വരുന്നത് എവിടെ തന്നെയാണ്, ഈ ഡെറിവേഷൻ തന്നെയാണ്. ഡെറിവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഡെറിവേഷന്റെ ഇമ്പോർട്ടൻസ് പരീക്ഷയ്ക്ക് അതുപോലെ ചോദിക്കുന്നുള്ളതാണ്. അതെ അതെ അതെ, പരീക്ഷയ്ക്ക് ഡെറിവേഷൻസ് അതുപോലെ ഓരോ ഇക്വേഷൻസ് വന്നത് എങ്ങനെയുള്ള ഡെറിവേഷൻ ചോദിക്കുന്നുള്ളതാണ്. നിങ്ങൾ പിന്നെ ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാറുണ്ട്. നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന പല കാര്യങ്ങളും ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ഫിസിക്സിലാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്റഗ്രേഷൻ അവർ പഠിക്കുന്നത് +2 പക്ഷേ ഇന്റഗ്രേഷൻ ആദ്യം അവർ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ +1 ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, അങ്ങനെ പല കാര്യങ്ങളും അല്ലെ. മാത്തമാറ്റിക്സിൽ ഡീപ്പായി പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഫിസിക്സിന് വേണ്ടി നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകും അല്ലേ. യെസ്. സോ ഡെറിവേഷൻ എന്താണെന്നെ കുറിച്ച് അവർക്ക് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി അവരലട്ടുന്ന വേറൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഈ ഡെറിവേഷൻസ് പഠിക്കുക എന്നുള്ളതാണ്. ഡെറിവേഷൻ അവർക്ക് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം, ഡെറിവേഷൻ എങ്ങനെ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാം. അതായത് പല നമ്മൾ ഒരു ഡെറിവേഷൻ, ഇപ്പം ബാങ്കിങ് ഓഫ് ഫ്രോഡ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഡെറിവേഷൻ കുട്ടികൾക്ക് അറിയത്തില്ലായിരിക്കും. അങ്ങനെ ഡെറിവേഷൻ ഉണ്ട് നമ്മുടെ ഈ വലിയ ഒരു 2 പേജ് ഡെറിവേഷൻ. അതെ, ഒരു 2-3 പേജോളം ഉള്ള ഡെറിവേഷൻസ് ഉണ്ട്. അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ +1 ഒരു 60-70ഓളം ചെറുതും വലുതുമായ ഡെറിവേഷൻസ് അവർക്ക് പഠിക്കാനുണ്ട്. ഇവർ ഇതെല്ലാം കൂടെ കാണാപ്പാടം പഠിക്കുവാണെങ്കിൽ അത് പ്രാക്ടിക്കൽ എന്തല്ല പോസിബിൾ അല്ല. നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ എന്ത് ചെയ്യും, ഉറപ്പായും മറന്നു പോകും. അപ്പോൾ ഈ ഡെറിവേഷൻ പഠിക്കാൻ വളരെ എളുപ്പം വഴി എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഒരു നല്ലൊരു ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം. നല്ലൊരു ക്ലാസ്. ഇപ്പോൾ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ റെഫർ ചെയ്യുന്നതെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഡെറിവേഷനൊക്കെ 2-3 സ്റ്റെപ്പുകളേ ഉള്ളൂ. കാരണം ബാക്കി എല്ലാവരും വിഴുങ്ങുന്നുണ്ട്. ഓരോ സ്റ്റെപ്പുകൾ കണക്ഷൻ കിട്ടില്ല. ആദ്യം നല്ലൊരു പ്രോപ്പർ ആയിട്ട് നല്ലൊരു ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെറിവേഷനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പുതുതായിട്ട് പഠിക്കുമല്ലേ, ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും അവരോട് പറയുന്നത് കീ പോയിന്റുകളുണ്ട്. ഇപ്പോൾ 2 പേജുള്ള ഡെറിവേഷൻ ആണെങ്കിലും അതിനകത്ത് 3-4 കീ പോയിന്റുകളെ കാണത്തുള്ളൂ. ഈ കീ പോയിന്റുകൾ മനസ്സിലാക്കും. ഈ കീ പോയിന്റ് എന്ന് വെച്ചാൽ
എന്താണ് ചെയ്യേണ്ടത് അല്ലേ? അതെ, ഈ നമ്മൾ ഒരു മാരത്തോൺ ഓട്ടൊക്കെയാണ് ഓരോ ലാപ്പുകളാണ്, ഫസ്റ്റ് ലാപ്പ്, സെക്കൻഡ് ലാപ്പ്, തേർഡ് ലാപ്പ്. അപ്പം നമുക്ക് ഫസ്റ്റ് കീ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ലാപ്പിലുള്ള മുഴുവൻ സ്റ്റെപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ സാധിക്കും. സെക്കൻഡ് കീ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചുള്ള ബാക്കി എഴുതാം. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഡെറിവേഷൻ ക്രാക്ക് ചെയ്യാം. പിന്നെ ഡെറിവേഷനായിട്ട് ബന്ധപ്പെട്ട് കുറേ ഫിഗർ കാണും, ആ ഫിഗർ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക. പിന്നെ ഫൈനൽ ആൻസർ, എല്ലാത്തിൻ്റെയും ഫൈനൽ ആൻസർ പഠിച്ചു വെക്കുക. ഈ ഫൈനൽ ആൻസറിന് 1/2 മാർക്ക് കിട്ടും. ഫൈനൽ ആൻസർ നമുക്ക് പോയി കഴിഞ്ഞാൽ അതെ, നമുക്ക് 1/2 മാർക്ക് നമ്മുടെ കയ്യിലോട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമുണ്ട്. ഡെറിവേഷൻ പഠിക്കുന്ന സമയത്ത് അത് എഴുതി തന്നെ പഠിക്കും. Yes, അതെ, അത് വളരെ ഇമ്പോർട്ടന്റ് അതെ. ആയിട്ട് നമ്മൾ ക്ലാസ് കണ്ടു, കുട്ടികൾ ക്ലാസ് കണ്ടു, കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എക്സാം ഹാളിൽ പോയിട്ട് എഴുതാൻ കഴിയില്ല. അതിന് നമ്മൾ എഴുതി തന്നെ പഠിക്കണം. ആ എഴുതുന്നതിൽ ജസീൽ സാറിന് ഒരു ടെക്നിക്ക് ഉണ്ട്, സാർ പറഞ്ഞുതരും. ഇപ്പോൾ നമ്മളൊരു ഡെറിവേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ഡെറിവേഷൻ എഴുതി വന്നു, എവിടെയും വെച്ച് നമ്മൾ സ്റ്റോപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് സ്റ്റോപ്പ് ആയത് അത് ജസ്റ്റ് നിങ്ങളത് നോക്കി മനസ്സിലാക്കുക, എന്താണ് നിങ്ങളുടെ തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ എഴുതിയതിൻ്റെ ബാക്കി മുതലല്ല എഴുതേണ്ടത്, നിങ്ങൾ അതേ ഡെറിവേഷൻ ആദ്യം മുതൽ പിന്നെ എന്ത് ചെയ്യുക, എഴുതി വരിക. പിന്നെയും തെറ്റുവാണെങ്കിൽ പിന്നെയും നിങ്ങൾ നോക്കുക, എന്നിട്ട് പിന്നെയും ആദ്യം മുതൽ വരിക. അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എപ്പോഴാണ് തെറ്റ് കൂടാതെ എഴുതുന്നത് അവിടെ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ ആ ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സർ, ഇനി അവർക്ക് അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എക്സാം പാറ്റേണിലെ ഡിഫറൻസ് എങ്ങനെയാണ്. അപ്പോൾ അവർ 10th എക്സാം എഴുതിയത് 40 മാർക്കിന്റെ എക്സാം ആയിരുന്നു. +1 എത്തുമ്പോൾ എക്സാമിന്റെ പാറ്റേണിൽ വരുന്ന ആ ചേഞ്ച് എന്തൊക്കെ, അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. അത് നമ്മൾ നോക്കാൻ നേരത്ത് +1 നമുക്ക് 60 മാർക്കിൻ്റെ എക്സാം ആണ്. 2 മണിക്കൂറാണ് നമുക്ക് എക്സാമിന് ടൈം ഉള്ളത്. 15 മിനിറ്റ് നമ്മുടെ എന്തായിരിക്കും, കൂൾ ഓഫ് ടൈം ആയിരിക്കും. പിന്നെ പാറ്റേൺ നമ്മൾ മെയിൻലി നോക്കാൻ നേരത്ത് നമ്മൾ 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച തിയറി ജസ്റ്റ് പഠിച്ചുകൊണ്ട് പോകുന്നു, അത് ഡയറക്റ്റ് അതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നു. പക്ഷേ ഹയർ സെക്കൻഡിലോട്ട് വരാൻ നേരത്ത് ഫിസിക്സിൽ നിങ്ങളെ എല്ലാവരും കുഴപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കൺസെപ്റ്റ് കൊണ്ടുള്ള ക്വസ്റ്റ്യനും അതുപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുമാണ്. അതായത് കൺസെപ്റ്റിന് അത്രയേറെ പ്രാധാന്യം കൊടുത്താണ് നമ്മുടെ ചോദ്യകർത്താവ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സബ്ജക്റ്റിൽ അത്രയേറെ നോളജ് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത്രയേറെ ഡെപ്തിൽ നിങ്ങൾ പോയി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്നുള്ള ഇതേപോലുള്ള കൺസെപ്റ്റും അതേപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. സർ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഫിസിക്സിന്റെ കാര്യം മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്റ്റും വളരെ ഡീപ്പ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ആപ്പും സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതെ. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം ഫിസിക്സിന്റെ കാര്യം എടുക്കുവാണ്. നമുക്കിപ്പം ഫിസിക്കൽ ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ ചാപ്റ്ററിനെ നിങ്ങൾ ഒരു 4-5 പാർട്ടായിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഒരു പാർട്ട് നിങ്ങൾ പഠിക്കുമ്പോഴും ആ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. നമ്മുടെ ആപ്പിൽ അതേപോലെയാണ് നമ്മൾ എന്ത് സ്ട്രക്ചർ ചെയ്ത് പോയിരിക്കുന്നത്. ഓരോ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന് ഒരു 4-5 പാർട്ട് കാണും. ആ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ നമ്മൾ എക്സ്ട്രാ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. എക്സാംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ആപ്പിലും ചെയ്യുന്നുണ്ട്. ഓരോ ചാപ്റ്റർ കഴിഞ്ഞാൽ എക്സാംസ് ഉണ്ട്, മൊഡ്യൂൾസ് കഴിഞ്ഞാൽ എക്സാം ഉണ്ട്. ഇത് പോരാതെ പിന്നെ ഓരോ ടേം എക്സാമിന്റെ സമയത്ത് എക്സാം ഉണ്ട്. പിന്നെ സ്പെഷ്യൽ ആയിട്ട് എക്സാമിന്റെ മുന്നേ മോഡൽ എക്സാം, എക്സാംസ് ആണ് നമ്മൾ ആപ്പിൽ അവരെ കൊണ്ടുവരുന്നത്. എക്സാംസ് അത്ര ഇമ്പോർട്ടന്റ്. ഏകദേശം ഫിസിക്സിൽ നമ്മൾ 21 എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എക്സാംസിന് അത്ര എന്ത് ചെയ്യണം, പ്രാധാന്യം കൊടുക്കണം. കാരണം നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും നമ്മുടെ ബോർഡ് എക്സാമിന്റെ മോഡൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് വർക്കൗട്ട് ചെയ്യണം. ആ വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ പഠിച്ചതിനൊക്കെ നിൽക്കുന്നുള്ളൂ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എക്സാമിന് നിങ്ങൾ അത്രയേറെ എന്ത് ചെയ്യും മക്കളെ, പ്രാധാന്യം കൊടുത്ത് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. സാർ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്സ് എന്ന ഒരാൾ വളരെ വിഷയമുള്ള ഒരാളൊന്നുമല്ല. അതെ, തുടക്കം മുതൽ തന്നെ നിങ്ങൾ വ്യക്തമായ സ്റ്റഡി പ്ലാനിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഫിസിക്സ് എന്നല്ല എല്ലാ സബ്ജക്റ്റിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നിസ്സാരമാക്കി മെരുക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കൂടെ സൈലമുണ്ട്. അപ്പോൾ നമുക്ക് അഗ്നി ബാച്ചിൽ കാണാം. ബൈ ബൈ.